എനിക്ക് ഒരു പാടുണ്ട്, ഭഗവതം എന്ന പേര്. ഭഗവതം. അങ്ങനെ മഹാഭാരതത്തില് അർജുനനും പഞ്ചപാണ്ഡവന്മാരൊക്കെ പൂണ്ടായിരുന്നില്ലേ ഒരു, എന്നിട്ട് ഭീമൻ മകനെ വധിച്ചത്. ആ പാഠം ഞങ്ങൾക്കുണ്ട്. അവിടേക്കൊക്കെ എങ്ങനെ എത്തി? അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? ഏകചക്രം. ഏകചക്രം എന്നാണ് പേര് കേട്ടോ. അവിടെ അവരെങ്ങനെ താമസിക്കണേ? വേഷത്തില് അല്ലേ? ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ താമസിക്കണത്, ബ്രാഹ്മണന്മാരുടെ വേഷത്തിലാണ് താമസിക്കുന്നത് അല്ലേ? എന്നിട്ട് അവർക്ക് ഭഗനെ കൊല്ലാൻ പോണത്. ആ കഥ മോൾക്ക് അറിയാലോ? അറിയാം. അവരെങ്ങനെയാണ് അവിടേക്ക് എത്തിയെന്നാണ് സംശയം. പറഞ്ഞുതരാം. ഓക്കെ. അതായത് പാണ്ഡവന്മാരും കൗരവന്മാരും ഹസ്തിനപുരത്തിലാണ് താമസിച്ചിരുന്നത്. കൊട്ടാരം ഹസ്തിനപുരത്തിൽ ആയിരുന്നു. അവരുടെ കൊട്ടാരം അവിടെയാണ്, ഹസ്തിനപുരം. അപ്പോൾ പാണ്ഡവന്മാർക്ക് അച്ഛൻ മരിച്ചു പോയല്ലോ. പാണ്ഡുവല്ലേ അവരച്ഛൻ മരിച്ചു പോയി. അച്ഛൻ മരിച്ചു പോയപ്പോൾ പിന്നെ ഇവര് വളർന്നത്, കുട്ടിക്കാലം തൊട്ടേ വളർന്നത് ധൃതരാഷ്ട്രന്റെ മക്കളായ ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ള അവരുടെ കൂടെയൊക്കെയാണ് എല്ലാം ഒന്നിച്ച് വളർന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് രണ്ടാളാണ് ആ രാജ്യത്തിന്റെ അവകാശികൾ. ഒരാള് പാണ്ഡു, ഒരാള് ധൃതരാഷ്ട്രർ, ചേട്ടനിയന്മാര്. അപ്പൊ ധൃതരാഷ്ട്രാണ് ഇപ്പൊ രാജാവായിട്ടിരിക്കണത്. അച്ഛൻ കണ്ണു കാണാത്ത ആളാ. അച്ഛന് കണ്ണു കാണില്ല, ധൃതരാഷ്ട്ര കണ്ണു കാണില്ലല്ലോ. പക്ഷെ കാലക്രമത്തില് അദ്ദേഹത്തിന് ശേഷം ഇനി ആര് രാജാവാകുമെന്ന് ചോദിച്ചാല് അതിൽ ഏറ്റവും മൂത്ത മകൻ പാണ്ഡുവിന്റെ മകനായിട്ടുള്ള യുധിഷ്ഠിരനാണ് രാജാവാവുക ശരിക്കും. പക്ഷെ ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ള കൗരവന്മാർക്ക് അത് ഇഷ്ടമില്ല. കാരണം അവർക്ക് രാജാവാകണം, അതായത് ധൃതരാഷ്ട്രന്റെ മൂത്ത മകനായ ദുര്യോധനൻ രാജാവാകണം എന്നാണ് അവന്റെ ആഗ്രഹം. അച്ഛന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്, എൻ്റെ മോൻ രാജാവാകണം എന്നാ. പക്ഷെ പറയാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് വരികയാണെങ്കിൽ എന്താ വരിക? ആരാവേണ്ടത്? യുധിഷ്ഠിരനാവേണ്ടത്. അപ്പൊ ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ യുധിഷ്ഠിരനെയും അതായത് പാണ്ഡവന്മാരെ മൊത്തം എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പാണ്ഡവന്മാരെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കഴിഞ്ഞാൽ കൗരവന്മാർക്ക് ആ രാജ്യം മുഴുവൻ കിട്ടൂലോ എന്നാണ് കൗരവന്മാരുടെ ആഗ്രഹം. അപ്പോൾ അതിനായിട്ട് അവർ പല ടെക്നിക്കുകളും ചെയ്യും കേട്ടോ. അതിലൊന്നാണ് ഇനി പറയാൻ പോണ കാര്യം. എന്താണെന്നറിയോ? അവര് എല്ലാവരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് ഒരു സൂത്രപ്പിക്കും. അതായത് ഈ പാണ്ഡവന്മാരോട് വിളിച്ച് പറയാണ്, തൊട്ടടുത്ത ഒരു ഗ്രാമമുണ്ട്, ഗ്രാമത്തിന്റെ പേര് വാരണാവതം എന്നാണ്. വാരണാവതം. വാരണാവതത്തിൽ ഒരു ഉത്സവം വരുന്നുണ്ട്, ഗംഭീര ഉത്സവമാണ്. അപ്പൊ ആ ഉത്സവത്തിന് നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞേക്കാണ്. അമ്മയും 5 മക്കളെയും കൂടിയിട്ട് പറഞ്ഞേക്കാണ് വാരണാവതത്തിലെ ഉത്സവം കാണാനായിട്ട്. തന്നെ പോണ്ട, നിങ്ങൾക്ക് രാജകുമാരന്മാരല്ലേ, അപ്പൊ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനൊക്കെ ഒരു പണിക്കാരനെയും ഒരു സർവന്റിനെയും കൂടി പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് പുരോചനൻ എന്നാണ്. ഇവര് തന്നെയാണ്, ഇവരുടെ ആളാണ് ശരിക്കും പറഞ്ഞ കൗരവന്മാരുടെ ആളാണ്. അവര് പറഞ്ഞേക്കണ ഒരാളാണ്. പുരോചനനെ കൂടി പറഞ്ഞേക്കുക. അവരോട് പറയും, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനാണ് ഞങ്ങൾ പുരോചനനെ പറഞ്ഞേക്കണത്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ സുഖമായിട്ട് ഉത്സവമൊക്കെ കണ്ട് നിങ്ങൾക്ക് താമസിക്കാൻ നല്ലൊരു വീടുണ്ട് അവിടെ, ആ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. നല്ല വീടാണ്, കൊട്ടാരം പോലത്തെ നല്ല വീടാണ് അത്, നല്ല ഉണ്ടാക്കിക്കണത്. അപ്പോൾ അവര് വിചാരിക്കും, എന്നാൽ ശരി നമുക്ക് പോവാം, ഒരു ഉത്സവം കാണാൻ പോണ കാര്യല്ലേ എന്ന് വെച്ചിട്ട് അമ്മയും 5 മക്കളും. ആരൊക്കെ 5 മക്കള്? യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. 5 മക്കളും അമ്മയും കൂടിയിട്ട് പോകുകയാണ് അവിടേക്ക്. കൂടെ ആരാ പോണത്? പുരോചനൻ ആരാ? അവരുടെ വേലക്കാരനാണ് ശരിക്കും. അങ്ങനെ അവർ പോവാണ്. പോണ സമയത്ത് പുരോചനനോട് ദുര്യോധനനൊക്കെ ഒരു സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാര്യം ചെയ്യണം, അവിടെ എല്ലാ ദിവസവും അവിടുത്തെ വീടുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർക്ക് താമസിക്കാനായിട്ട് വീടുണ്ടാക്കിയത് അവര് പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അരക്ക് തുടങ്ങിയിട്ട്, അരക്ക് വേഗം തീ പിടിക്കുക. അരക്ക് കണ്ടോ? അരക്ക് എന്ന് പറഞ്ഞാൽ ചുമന്നിട്ടൊരു സാധനം, ശബരിമലയ്ക്ക് കെട്ടുനിറയ്ക്കുമ്പോൾ അരക്ക് ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഒലുക്കി ആക്കില്ലേ, അതേപോലത്തെ അരക്ക്. അതുപോലെ വേഗം കത്തുന്ന കുറേ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിക്കണ ഒരു വീടാണ് അവരുടെ. ആ വീടിന് പണിതേക്കണത് വാരണാവതത്തിൽ ഇവർക്ക് താമസിക്കാൻ
പണിതിക്കുന്നത്. തന്നെ അരക്കില്ലം എന്ന് പറയാ. ഇല്ലം എന്ന് വെച്ചാൽ വീട് നിർത്തം. അരക്കില്ലം എന്ന് വെച്ചാൽ അരക്ക് കൊണ്ടാക്കിയ വീട്. ഇത് ആർക്കും അറിയില്ല. ശരിക്കും മണ്ണുകൊണ്ട് അല്ലെങ്കിൽ കല്ലുകൊണ്ടുള്ള വീടാന്ന് വിചാരിക്കുള്ളൂ. അന്ന് നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പുരോഹിതനോട് പറയും, ഈ വീട് ഇവർ താമസിക്കുമ്പോൾ രാത്രി ആകുമ്പോൾ ഇവർ കിടന്നുറങ്ങില്ലേ, അമ്മയും മക്കളും 5 പേരും കൂടി ഒരുമിച്ച് കിടന്നുറങ്ങണ സമയത്ത് ഈ വീടിന് തീ കൊടുക്കുക. എന്നിട്ട് നീ പോരെ ഇങ്ങോട്ട് എന്ന് പുരോഹിതനോട് കൗരവന്മാർ പറഞ്ഞേക്കും. അപ്പം പുരോഹിതൻ അത് നോക്കിയിരിക്കുകയാണ്. ഇവർ എപ്പോഴാണോ ഇവർ കിടന്നുറങ്ങണേ, 5 മക്കളും അമ്മയും കൂടി വേണം അതിനുള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ വേണം. അപ്പോഴാണ് ഈ വീടിന് തീ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല മരിക്കുള്ളൂ അവർ, തീ കത്തിയിട്ട് കുറച്ച് ആവുള്ളൂ. അങ്ങനെ അത് നോക്കിയിരിക്കാം. പക്ഷേ ഇതിന് മുൻപ് തന്നെ വേറൊരു കാര്യമുണ്ട്. ഇവരുടെ അച്ഛന് ധൃതരാഷ്ട്രർക്കും പാണ്ഡുവിനൊക്കെ ഒരു അനിയനുണ്ട്. ആളുടെ പേര് വിദുരർന്ന. വിദുരര് അനിയൻ വെച്ചാല് 3 ആളും 3 അമ്മമാരുടെ മക്കളാ. 3 പേരും 3 അച്ഛൻ വ്യാസനാണ്. പാണ്ഡുവിന്റെ അച്ഛനും വ്യാസനാണ്. ധൃതരാഷ്ട്ര അച്ഛനും വ്യാസനാണ്. വിദുരരുടെ അച്ഛനും വ്യാസനാണ്. പക്ഷെ അമ്മമാര് 3 ആളാണ്. അംബിക, അംബാലിക, അവരുടെ ദാസി. അങ്ങനെ 3 സ്ത്രീകളുടെ മക്കളാണ്. അപ്പോൾ അംബികയുടെയും അംബാലികയുടെയും മക്കളാണ് രാഷ്ട്രത്തിൻ്റെ രാജാവാകാൻ വേണ്ട ആൾക്കാർ. അവരുടെ അനിയനാണ് വിദുരര്. വിദുരന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്. നല്ല ബുദ്ധിയും നല്ല സത്യസന്ധതയും ഒക്കെയുള്ള നല്ല ധർമ്മനിഷ്ഠയൊക്കെയുള്ള ആളാണ് വിദുരര്. ആൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എവിടെ അനീതി കാണിക്കണോ അവരോട് വിദുരർക്ക് ഇഷ്ടമില്ല. പക്ഷെ ഈ പാണ്ഡുവിൻ്റെ മക്കളൊക്കെ നല്ല കുട്ടികളാണല്ലോ, അതുകൊണ്ട് തന്നെ അവരോട് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് വിദുരർക്ക്. വിദുരര് ഇവർക്ക് വീട് പണിയുമ്പോൾ, ഇവർക്കായിട്ട് ഈ വീട് പണിയുമ്പോൾ വിദുരർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവരെന്തോ ഈ പാണ്ഡവന്മാരെ കൊല്ലാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒപ്പിക്കണേന്ന് വിദുരർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. വിദുരര് അപ്പോൾ ആ വീട് പണിയുമ്പോൾ അവിടെ പോകും. വീട് പണിയുന്ന ആൾക്കാർക്ക് നിർദ്ദേശം കൊടുക്കും. വീടൊക്കെ അരക്കൊണ്ട് തന്നെ പണിയും. പക്ഷേ പണി കഴിയുമ്പോൾ അവർ ആ വീടിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ദ്വാരം ഉണ്ടാക്കും, കുഴി ഉണ്ടാക്കും. അതിൻ്റെ ഉള്ളിക്കോട് സ്റ്റെപ്പുകൾ ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിക്കോട് ഇറങ്ങിയാൽ ഉള്ളിക്കോട് അടിയിക്കോട് ഒരു പാത അങ്ങറ്റം വരെ ആ ഗ്രാമത്തിൻ്റെ അറ്റത്ത് എത്തണ വരയ്ക്ക് ചെറിയ വഴി ഉണ്ടാക്കും. ഗുഹ പോലെയാണത്. എന്താ പറയാ അതിന് പറയാ, തണലകില്ലേ, അതേപോലെ തന്നെ. എന്നാലും കാര്യം ചെയ്യട്ടെ, ഈ മറ്റേ ദുര്യോധനൊക്കെ ഇവന്റെ വീട്ടിൽ വരുമ്പോ അതൊക്കെ കാണില്ല അവിടെ ഇല്ല. അതാ കാണാണ്ടിരിക്കാനായിട്ട് അവര് ആരും അറിയാത്ത ഇത് പണിയിപ്പിക്കേണ്ട ആരാന്നറിയോ? വിദുരരാണ് കേട്ടാ. കെട്ടിടമൊക്കെ പണിത് കഴിയുമ്പോ അവര് പോകും. എന്നിട്ട് വിദുരര് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യിക്കണത്. എന്നിട്ട് അത് അടച്ചു വെക്കും. അടച്ച് സാധാരണ പോലെ വെക്കും. അപ്പൊ അറിയില്ല, മെത്തയോ എന്തോ വെച്ചിട്ട് അടച്ചു വെച്ചു. എന്തോ കാര്യം കൊണ്ട് അടച്ചു. നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ പറ്റിയ ഒരു അടപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അടച്ചു വെക്കാൻ പറ്റും. അങ്ങനെ അടച്ചു വെച്ചു. എന്നിട്ട് ഇവർ പോകുമ്പോൾ ഈ പാണ്ഡവന്മാരെ സ്വകാര്യമായിട്ട് വിളിച്ചൊരു കാര്യം പറയും. എന്താ പറയാന്നറിയോ? നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും 5 മക്കളും അമ്മയും കൂടിയിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങരുത്. 5 പേരും അമ്മയും കൂടി കിടക്കുമ്പോഴാണ് പുരോഹിതൻ തീയിടുക. ഒരിക്കലും നിങ്ങൾ അങ്ങനെ കിടക്കരുത്. ഒരാൾ പുറത്ത് കിടക്കണം, മുറ്റത്ത് കിടക്കുക. മുറ്റത്തോ അറിയാത്ത എവിടെയും കിടക്കുക, ഉള്ളി കിടക്കരുത് എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ, ചിലപ്പോൾ വല്ല ധർമ്മം ചോദിച്ചിട്ടൊക്കെ ആൾക്കാരൊക്കെ മമ്മയും മക്കളാരെങ്കിലൊക്കെ വരില്ലേ, അങ്ങനെ വരികയാണെങ്കിൽ 6 പേര് ഒരുമിച്ച് വരികയാണെങ്കിൽ അപ്പോൾ അവർ നിങ്ങൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് വീട്ടിനുള്ളിൽ കിടത്ത് ഉറക്കുക. അവരുറങ്ങുമ്പോൾ നിങ്ങൾ തീ വയ്ക്കുക, വീടിന് തീ വയ്ക്കുക. അത് നിങ്ങൾ ഈ ചെറിയ ദ്വാരം ഉണ്ടല്ലോ അത് തുറന്നതിൻ്റെ ഉള്ളിക്കൂടെ എല്ലാവരും രക്ഷപ്പെടാൻ പറയും. എവിടെ ചെന്നെത്തും? ഈ സ്ഥലം വാരണാവതൊക്കെ കഴിഞ്ഞ് അങ്ങേറ്റത്ത് ഏകചക്രം എന്ന ഗ്രാമമുണ്ട്, അവിടേക്കാണ് ഈ ഇത് പോണത്. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ഒളിച്ച് താമസിക്കുക. അപ്പം നിങ്ങൾ മരിച്ചു എന്ന് ഇവർ വിചാരിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടാ. അപ്പോൾ ഇവർക്ക് അപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ. എന്നിട്ട് ആരോടും പറയില്ല കേട്ടാ.
അപ്പം പുരോചന വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവർ എല്ലാവരും ഉത്സവം കാണാൻ പോകും അമ്പലത്തിലേക്ക്. വാരണാവതത്തിൽ ഉത്സവം കാണാൻ പോകും. വൈകുന്നേരം ആകുമ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വരും. പുരോചനം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഭക്ഷണമൊക്കെ വയറ് നിറയെ കഴിക്കും. അത് കഴിച്ചിട്ട് എല്ലാവരും കിടന്നുറങ്ങും. ഉറങ്ങുമ്പോൾ ഭീമൻ മാത്രം പുറത്ത് കിടക്കുള്ളൂ. എന്നും ഭീമൻ പുറത്ത് കിടക്കുക, അകത്ത് കിടക്കുകയില്ല. ഭീമന് ഇഷ്ടമല്ല അകത്ത് കിടക്കാൻ. അപ്പോൾ പുരോചനം പറയും ഇവിടെ കിടന്നോളൂ എന്നൊക്കെ പറയും. പക്ഷെ ഭീമൻ പറയും എനിക്ക് കാറ്റ് കിട്ടിയിട്ട് കിടക്കണം സുഖമായിട്ട്, അത് കാരണം ഞാനിവിടെ കിടക്കുള്ളൂ എന്ന് പറയട്ടോ സൂത്രം. പുരോചനെ കൊല്ലാനാണ് പുരോചനം ചെയ്യാൻ പോണതേ. അങ്ങനെ ഭീമ ഒരിക്കലും ഇവിടെ കിടക്കില്ല. അങ്ങനെ കുറേ ദിവസത്തെ ഉത്സവങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉത്സവത്തിന് വന്നിരുന്ന ഒരു ധർമ്മക്കാരിയും അവളുടെ 5 മക്കളും കൂടിയിട്ട്, ശരിക്കും അവൾക്ക് 5 മക്കൾ തന്നെ ഉണ്ടായിരുന്നത്. 5 മക്കളും കൂടി ഈ വീട്ടിലേക്ക് വരും. വലിയ ആൾക്കാർ, വലിയ മക്കളാണ് കേട്ടോ. ഇവിടേക്ക് വരും. ഇവിടേക്ക് വരുമ്പോൾ അവർ എന്തെങ്കിലും ഭക്ഷണം ഞങ്ങൾക്ക് തരുക. അപ്പോൾ വരും, ഞങ്ങൾ ഭക്ഷണം തരാമല്ലോ, ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കും. അപ്പോൾ ആ 5 മക്കൾക്കും ആ ധർമ്മക്കാരിക്കും കൂടിയിട്ട് ഈ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ല, കുടിക്കാനായിട്ട് കുറച്ച് മദ്യം കൊടുക്കും. മദ്യം കുടിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഉത്സവമല്ലേ, ഉത്സവത്തിന് മദ്യം ആൾക്കാർ കഴിക്കുമല്ലോ. അങ്ങനെ അവർക്ക് മദ്യം കൊടുക്കും. മദ്യം കൊടുത്തു കഴിയുമ്പോൾ അവരെന്താ വയറും ഫുള്ളായി, മദ്യം കൂടെയും കിട്ടിയപ്പോൾ സന്തോഷമായി. അവരങ്ങനെ മയങ്ങി അവിടെ കിടന്നുറങ്ങി. പുരോചനനും കൊടുത്തു ഭക്ഷണം. പുരോചനും കഴിച്ചു ഭക്ഷണം, മദ്യവും കഴിച്ചു. എന്നിട്ട് ആ 5 മക്കളും അവരുടെ അമ്മയും പുരോചനനും ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്നു. അവരുറങ്ങിപ്പോയി. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലയ്ക്ക് കിക്കാവില്ലേ, മയങ്ങിപ്പോയി. എല്ലാവരും മയങ്ങി. പുരോചനനും മയങ്ങിപ്പോയി. ഈ താപ്പിൽ എന്ത് ചെയ്തു? ഇവരെന്ത് വെച്ചാൽ പാണ്ഡവന്മാർ ഈ വീടിന് തീ വെച്ചു. തീ വെച്ചിട്ട് അവർ പെട്ടെന്ന് ഈ ദ്വാരം തുറന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇതൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയോട് പറഞ്ഞിട്ടുണ്ടായില്ല, അമ്മ പേടിക്കില്ല എന്ന് വെച്ചിട്ട്. എന്നിട്ട് അവർ എല്ലാവരും ഇതിനുള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് വീണ്ടും അടച്ചു വെച്ചു. അങ്ങോട്ട് പോയി. അപ്പം അമ്മ പറഞ്ഞു മോനെ എവിടേക്കാ പോണേ. അമ്മ വരും, വേഗം വരും, നമുക്ക് പോവാം, വേഗം വരും എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് നടക്കാൻ പോലും വയ്യ, കുറേ ദൂരമുണ്ട്. അപ്പം ഭീമൻ ചെയ്യും, അമ്മ ഒന്നും പേടിക്കണ്ട, എൻ്റെ തോളിൽ വന്ന് തോളി വെച്ച് അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരെവിടെ എത്തും? ഏകചക്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അപ്പം അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഇവരെ തിരിച്ചറിയാനൊന്നും പാടില്ല. ഇവർ ഒളിച്ച് താമസിക്കാൻ പോയിട്ടാ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവരിങ്ങനെ അന്വേഷിച്ചു വരും. എന്തായി കുറച്ച് ദിവസം പിറ്റേ ദിവസം അന്വേഷിച്ചു വരും. അപ്പോഴേക്കും ന്യൂസുകൾ ഇങ്ങനെ എല്ലായിടത്തേക്കും പോവും. അവിടെ ഒരു വീട് കത്തിപ്പോയി, അതിൻ്റെ ഉള്ളിൽ 6 ശവശരീരങ്ങളുണ്ട്. കരിഞ്ഞ് ആരാന്ന് തിരിച്ചറിയാൻ പോലും ചെയ്യില്ല. 5ഉം 1ഉം 6ഉം 1ഉം 7 ആളുടെ ശവശരീരമുണ്ട് അല്ലേ? 7 ആളുടെ ശവശരീരമുണ്ട്. ആരൊക്കെയാ? അമ്മ, ധർമ്മക്കാരത്തി അമ്മയുടെയും 5 മക്കളുടെയും പിന്നെ പുരോചനനും. അപ്പം ആൾക്കാർ വിചാരിക്കും എന്തെന്ന്, ഇവരൊക്കെ മരിച്ചു പോയിന്ന്. ആരൊക്കെ? കുന്തിയുടെ 5 മക്കളും പുരോചനനും മരിച്ചു. ശല്യം തീർന്നു, സമാധാനം. പുരോചനം മരിച്ചാലും കൗരവന്മാർക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല. അവർ വൺ ജോലിക്കാരനല്ലേ, അവർക്ക് എന്തൊരു സങ്കടം ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ഇനി എങ്ങാനും അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ പറയും എന്നോട് ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറയില്ലേ. അപ്പം അവർക്ക് കുറ്റം കിട്ടില്ലേ? ചത്തുപോയി കഴിഞ്ഞാൽ തെളിവില്ലല്ലോ. അങ്ങനെ അവർ മരിച്ചു. ഇപ്പം ഇവർ വിചാരിക്കും, കൗരവന്മാർ വിചാരിക്കും പാണ്ഡവന്മാരും മരിച്ചു, അമ്മയും മരിച്ചു, പുരോചനും മരിച്ചു, നമ്മുടെ സ്വസ്ഥായി, ഇനി ഈ രാജ്യം നമ്മുടെ സ്വന്തമായി എന്ന് വിചാരിക്കും. അങ്ങനെ ഇവര് നമ്മുടെ ആൾക്കാർ, അതായത് പാണ്ഡവന്മാർ 5 പേരും അമ്മയും കൂടിയിട്ട് ബ്രാഹ്മണന്മാരുടെ വേഷം ധരിക്കും. അതായത് ബ്രാഹ്മണന്മാർക്ക് വലിയ ഇതൊന്നുമില്ല, ഒരു സാധാരണ ഒരു മുണ്ടൊക്കെ ഉണ്ടായാൽ മാത്രം മതി. കുളിച്ച് ചന്ദനക്കുരിയൊക്കെ തൊട്ട് അല്ലെങ്കിൽ ഭസ്മൊക്കെ തൊട്ട് ഒരു പൂണൂലൊക്കെ. പൂണൂല് ക്ഷത്രിയന്മാർക്കും പൂണൂലുണ്ട് കേട്ടോ. ക്ഷത്രിയ രാജാക്കന്മാരെ ക്ഷത്രിയന്മാരാ, അവർക്കും പൂണൂലുണ്ട്. അപ്പം അങ്ങനെ ഇവർ ബ്രാഹ്മണന്മാരുടെ പോലെ എവിടെ താമസിക്കാനുണ്ട് സ്ഥലം. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലം വേറെ ഉണ്ട്. അപ്പം അവർ പറയും ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചോളൂ എന്ന് പറയും. അപ്പോൾ അവരുടെ വീട്ടിൽ ഇവർ താമസിക്കും. വീട്ടിൽ ആരും ഇല്ലാത്തവരല്ലേ എന്ന് വെച്ചിട്ട്, പാവങ്ങളല്ലേ എന്ന് വെച്ചിട്ട് താമസിച്ചോളാൻ പറയും. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ എനിക്ക് ഭക്ഷണത്തിന് എന്താണ് മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണത്തിന് അവർ ഓരോ വീട്ടിലിങ്ങനെ ധർമ്മം ചോദിച്ച് ഭിക്ഷ യാചിച്ചു പോകും.
ഓരോ വീട്ടിൽ ഭിക്ഷ യാചിച്ചു പോയിട്ട് ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കും. ആ അമ്മ പോവില്ല കേട്ടോ, കുന്തി എങ്ങോട്ടും പോവില്ല. അവർ ഭിക്ഷ അയച്ചു കൊണ്ടുവരുന്ന സാധനം വീട്ടിൽ കൊണ്ടുവരും. അതുകൊണ്ട് അമ്മ പാചകം ചെയ്ത് 5 മക്കൾക്കും കൊടുക്കും, അമ്മയും കഴിക്കും. അങ്ങനെയാണ്. ചിലപ്പോൾ മറ്റേ വീട്ടുകാർക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കുകയും ചെയ്യും. എനിക്ക് മനസ്സിലായില്ലേ എവിടെ നിന്നാണ് വന്നത്? നമ്മുടെ കഥയിൽ എവിടെ നിന്നാണ് ചോദ്യതാണ്, എവിടെ നിന്നാണ് വന്നത്? അവർ വന്നത് വാരണാവതത്തിലെ ഉത്സവം കാണാൻ പോയിട്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. താമസിക്കുന്നത് ഇവിടെ ഏകചക്രയിൽ. ഇവിടെ വെച്ചിട്ടാണ് ഭഗന്റെ വധം വരണത്. ഇപ്പോൾ ദിവസം അവരപ്പുറത്തെ വീട്ടിൽ കരച്ചിൽ കേൾക്കുകയാണ്. അമ്മയും അച്ഛനും കരയുക. എന്തിനാ കരയണത് എന്ന് ചോദിക്കും. നമ്മൾ താമസിക്കുന്ന വീടല്ലേ. അപ്പോൾ എന്താ അമ്മയെ കരയണത്, അച്ഛാ കരയണമെങ്കിൽ പറയും ഞങ്ങൾക്ക് ആകെ ഒരു മോനുള്ളൂ. ഇവിടെ അടുത്ത് ഒരു ഭഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാക്ഷസനുണ്ട്. അയാളെല്ലാവരെയും പിടിച്ച് തിന്നും ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ അവസാനം ഇങ്ങനെ പറഞ്ഞു ഒരു വയ്ക്കും ഇങ്ങനെ, ഞങ്ങളെല്ലാവരും കൂടി പിടിച്ചു തന്നാൽ ഞങ്ങൾ പെട്ടെന്ന് നശിച്ചു പോവില്ല, എല്ലാം കൂടെ വർഗം കൊടുക്കും, എല്ലാവരും പോവില്ലേ. അത് കാരണം ഒരു ദിവസത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെച്ചിട്ട് പറഞ്ഞേക്കാം എന്ന് പറയും. അപ്പം എന്താണ് ഭക്ഷണം? ഒരു വണ്ടി നിറയെ ചോറും കറികളും, പിന്നെ ആ വണ്ടി വലിക്കുന്ന വണ്ടിക്കാരനും ആ വണ്ടി വലിക്കുന്ന കാളകളും ഒക്കെ അയാൾ തിന്നും. അപ്പം അയാളുടെ വിശപ്പ് മാറും. പിറ്റേ ദിവസം വേറെ വീട്ടിൽ നിന്നാണ് പോവുക. അങ്ങനെ ഇവരെ വീട്ടിൽ നിന്ന് പോണ ദിവസമാണ് ഇവിടെ. പണ്ട് സിംഹത്തിന് മൊയിൽ പോയില്ലേ, അതേപോലെ. എന്നിട്ട് അവർ മോനെ പറഞ്ഞേക്കണല്ലോ. അപ്പം മോൻ പറയും ഞാൻ പോവാന്ന് പറയും. അപ്പം അച്ഛനമ്മയും പറയും മോനെ നീ പോയി ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ലല്ലോ. അപ്പം അച്ഛൻ പറയും അച്ഛൻ പൊക്കോളാൻ പറയും. അപ്പം അമ്മയ്ക്ക് സങ്കടമാവും. അപ്പം അമ്മ പറയും ഞാൻ പൊക്കോളാം. അപ്പം പറയും ഞാൻ തന്നെ പൊക്കോണ്ട്, ഒരു കുഴപ്പമില്ലാന്ന് പറയും. അപ്പോഴാണ് കുന്തി പറയണത് നിങ്ങൾ എന്തിനാ വിഷമിക്കണേ, എനിക്ക് 5 മക്കളുണ്ട്, എൻ്റെ ഒരു മോനെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ അവർ പറയും പറ്റില്ല. ആ മോൻ പറയും പിന്നെ എന്നെ രക്ഷിക്കാനായിട്ട് വേറെ ആളെ പറഞ്ഞേക്കല്ലേ, ഞാൻ തന്നെ പൊക്കണമെന്ന് പറയും. അപ്പോൾ കുന്തി പറയും എൻ്റെ മോനൊരാളെയും തൊടാൻ പറ്റില്ല, അത്ര ശക്തിയാണെന്ന് പറയും. നിങ്ങൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കിക്കോന്ന് പറയും. കാളകളെയൊക്കെ തയ്യാറാക്കി വണ്ടി തയ്യാറാക്കിക്കോ, ഞാൻ പൊക്കോളാന്ന് പറയും. ഭീമൻ അതുവരെയും ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടേ. ഈ ധർമ്മത്തിന് ഇങ്ങനെ പോയ ഇത്തിരി ശരിയൊക്കെ കിട്ടി അത് കൊണ്ടുവന്ന് ചോറ് വെച്ചാൽ അവന് വിശപ്പ് മാറില്ല. തടി കൂടുതലല്ലേ, തടി കൂടുതലാകുമ്പോൾ നല്ലോണം ഭക്ഷണം കഴിക്കണ്ടേ, ശക്തി കൂടുതലല്ലേ, അപ്പം നല്ലോണം ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അവൻ പറയും എനിക്ക് എത്ര സൈന്യം മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഞാൻ പൊക്കോളാന്ന് പറയും. എന്നിട്ട് അവർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കി കൊടുക്കും. ഒരു വണ്ടി നിറയെ ചോറും കറികളും പായസവും എല്ലാം ഉണ്ടാക്കി കൊടുക്കും. വണ്ടിക്ക് 2 കാളകളെ പൂട്ടി വണ്ടിക്കാരനായിട്ട് ഭീമൻ പോകും. അവിടെ ചെന്നിട്ട് നമ്മുടെ ഭഗന്റെ വീടിൻ്റെ അടുത്തെത്തും. ഭഗൻ അവിടെ അങ്ങനെ ഇപ്പൊ വരും വെച്ച് കാത്തിരിക്കുക. ഭഗൻ്റെ വണ്ടി എത്തിയിട്ട് എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭീമൻ തീർച്ചിട്ട് വിളിക്കണില്ലേ ഭഗനെ. ഭീമൻ തന്നെ ആ ചോറൊക്കെ എടുത്ത് തിന്നു, ആ കറികൾ മുഴുവൻ തിന്നു, ആ പായസം മുഴുവൻ കുടിച്ചു. ഇത് കണ്ടപ്പോൾ അവിടെ നിന്നിട്ടേ എനിക്ക് കൊണ്ടുവന്ന സാധനമൊക്കെ നീ കഴിക്കേ എന്താടാ വെച്ചിട്ട് അവിടെ നിന്ന് ഭഗൻ ഇങ്ങോട്ട് വന്നു. ഒരു വലിയ മരം കൊടുത്തിട്ട് ഇവനെ അടിച്ചു കൊല്ലാൻ വന്നു. അപ്പോൾ ഇവൻ വേറെ മരം എടുത്ത് അങ്ങോട്ട് അടിക്കും. മരങ്ങൾ എടുത്തിട്ട് അടിയുന്ന കല്ലും മരമൊക്കെ തട്ടി ഇടിക്കായിട്ട് അവസാനം ഭഗനെ കൊല്ലും. ഭഗനെ വന്നപ്പോൾ ആ നാട്ടിലത്തെ ആൾക്കാർക്ക് ആ ഭഗൻ്റെ ശല്യം ഒഴിഞ്ഞു കിട്ടി. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവർ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാഞ്ചാലിയുടെ സ്വയംവരത്തിനൊക്കെ പോണത്. അത് നമുക്ക് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ? ഓക്കെ.